ഹായ്. അപ്പോൾ ഇന്ന് രാവിലെ ഇതാ ഒരു കുഞ്ഞു കത്തിയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞടുക്കളത്തോട്ടത്തിൽ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മൾ പച്ചമുളക് നമ്മൾ ട്രെയിൽ വിത്ത് പാകിയിട്ട് കിളിർപ്പിച്ചത് പറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചെറിയൊരു ഏരി പോലെ നീളത്തിലെടുത്തിട്ട് വീതി കുറച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ പച്ചമുളക് പറിച്ചങ്ങ് നട്ടു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഇടവഴി കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ചീരയും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടകലർത്തി നട്ടു കൊടുത്തേ. അപ്പോൾ 2 ഏരിയയുടെ നടുക്കും ഇത്തിരി സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഓരോന്ന് നട്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ചീര എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15-20 ദിവസത്തിനുള്ളൊക്കെ നല്ല രീതിയിൽ നമ്മൾ വളങ്ങൾ ചെയ്താൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ പച്ചമുളകൊക്കെ ഏകദേശം വളർന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ചീര നമുക്ക് വിളവെടുക്കാമല്ലോ, അങ്ങനെ നട്ടതാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് നല്ല രീതിയിലൊരു മഴ പെയ്തില്ലേ, അപ്പം മണ്ണൊക്കെ നല്ല രീതിയിൽ തണുപ്പ് വന്ന് നമ്മുടെ ചീര പെട്ടെന്ന് അങ്ങ് പൊങ്ങി കേട്ടോ. അപ്പോൾ വിചാരിച്ച് ഇപ്പം അങ്ങ് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ പച്ചമുളകിൽ നമുക്ക് പൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ആ ചീര നിർത്തിക്കൊണ്ട് നമ്മൾ പൊട്ടാഷ് വളങ്ങൾ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചീരയും പെട്ടെന്ന് പൂത്തു പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കെന്നാൽ ചീര ഏകദേശം അത് കട്ട് ചെയ്തെടുക്കേണ്ട വളർച്ചയും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വഴുതനയുടെ ചുവട്ടിലേക്കൂടെ ഞാനിങ്ങനെ ഇടകലർത്തി നട്ടു കൊടുത്താണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ചെറുത് നിൽപ്പുണ്ടായിരുന്നു, അതും ഇതേപോലെ പെട്ടെന്ന് വളർന്നു കേട്ടോ. എന്നാൽ വിചാരിച്ചെന്നാൽ എല്ലാം കൂടെ കട്ട് ചെയ്താനായതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ വഴുതനയ്ക്കും അതുപോലെ നമ്മുടെ പച്ചമുളകിനൊക്കെ വലിയൊരു ആശ്വാസമാകുമല്ലോ. ഇനി ഒരു പതിയെ നല്ല രീതിയിൽ വളർന്നു വരുമല്ലോ. അപ്പോൾ അത് കണ്ടില്ല, നമ്മുടെ ചീര അത്യാവശ്യം നല്ല ഇലയ്ക്കൊക്കെ ആണെങ്കിലും നല്ല വലിപ്പമുണ്ട്, തണ്ടിനൊക്കെ ആണെങ്കിലും. ഞാൻ വെച്ചാൽ നമ്മൾ പച്ചച്ചാണകമോ ഇല്ലെങ്കിൽ പച്ചില വെച്ചിട്ടുള്ള ജൈവ സ്ലറി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണല്ലോ. അപ്പം നമ്മുടെ ചീരയ്ക്കെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതായത് ഒരു കെമിക്കലും ഇല്ലാത്ത, അതായത് രാസവളങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല ടേസ്റ്റുമാണല്ലോ. അപ്പോൾ അതങ്ങനെ ഞാനെല്ലാം കൂടെ ഇത്രയും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ വഴുതനയൊക്കെ എല്ലാവരും തല പൊങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമുളകും അവർക്ക് വലിയൊരു ആശ്വാസമായി. കാരണം ഇത്രയും നാൾ നമ്മുടെ ചീരയുടെ അടിയിലായിരുന്നോ, ചെറിയൊരു തണൽ പോലെയായിട്ടായിരുന്നു നമ്മുടെ പച്ചമുളക് നിന്നത്. ഇപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസമായി. പിന്നെ കുഞ്ഞിതൊക്കെ ഉണ്ട് കേട്ടോ, ഇടവഴി നിൽപ്പുണ്ട്. അതൊക്കെ ഇനി അടുത്ത വളർച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ചീര ഏകദേശം ഇത്രയും കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇത് മഴ പെയ്തുകൊണ്ട് കുറച്ചൊക്കെ മണ്ണ് തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തണ്ടയിലൊക്കെ നല്ല രീതിയിൽ മണ്ണ് തെറിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷാക്കിയത് എടുക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇത്രയും ചീര ഞാൻ രാവിലെ തന്നെ, ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. പച്ചക്കറിക്കൊക്കെ കുറേശ്ശെ വെള്ളമൊക്കെ നനച്ച് കഴിയുമ്പോൾ നമുക്കിതുപോലൊരു വിളവെടുപ്പും കൂടി ആകുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒക്കെ വലിയൊരു സന്തോഷമാണ്, ഉന്മേഷമാണ്. അപ്പോൾ കൂട്ടത്തിൽ ഇത്രയും കൂടെ പറിച്ചിട്ടുണ്ട് കേട്ടോ. വഴുതനയും ക്യാബേജും കോളിഫ്ലവറും പിന്നെ നമ്മുടെ ഫ്രഷ് മല്ലിയിലയും ഒക്കെ രാവിലത്തെ ഒരു വിളവെടുപ്പാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ.